ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മത്തി സ്പെഷ്യൽ ഒരു കറി ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഒരു മത്തി കറി റെഡിയാക്കി നോക്കാം. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടും കേട്ടോ. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു, അത് എല്ലാവരും ക്ഷമിക്കുക. ഇനി നമുക്കത് ഇവിടെ റെഡിയാക്കേണ്ടത് ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ കടുക്, 2 വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് ഇത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുക്കാം. കറി രൂപത്തിലല്ല, വറ്റിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ്. എപ്പോഴും ചാളയൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഇതൊന്നും ഇഷ്ടപ്പെടില്ല കറി. പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു സവോള ഒരുപാട് ചെറുതായിട്ടല്ലെങ്കിലും കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 പച്ചമുളക് നമ്മൾ എരിക്കനുസരിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കണ്ട. പിന്നെ നമുക്ക് തക്കാളി 2 തക്കാളി എടുത്ത് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഇതിൽ അരപ്പൊന്നും നമ്മൾ അരച്ച് മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ മിക്സിയിലുള്ളത്. ഇനി നമുക്കിതൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ചേർക്കേണ്ട ടൈമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് എരിക്കനുസരിച്ച് നിങ്ങളുടെ എരിയുടെ അളവനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. മുളക് പൊടി ഞാനിവിടെ ഒരു 3 സ്പൂൺ, ഈ ഒരു ടീസ്പൂൺ അളവിൽ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാര്യം ഇത് കറി രൂപത്തിലല്ല, നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഏരിയയൊക്കെ നമുക്ക് വറ്റി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം, കൂടി പോകരുത്. അതിനാണ് ടീസ്പൂൺ അളവ് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി അത്ര മതി. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നല്ലപോലെ കറി തിളപ്പിച്ചെടുക്കാം. തിള ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മീനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാര്യം ഇത് നമ്മൾ വറ്റിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു തിള വരുന്ന ടൈമിൽ തന്നെ നമുക്ക് മീനും കൂടി ചേർത്താൽ അരപ്പൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇതിലേക്ക് ഞാൻ ഇവിടെ 2 കഷ്ണം വാളംപുളി, നമ്മുടെ കൊടംപുളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി മത്തിയാണ്. മത്തി എന്ന് പറയുന്നത് നാടൻ ചാളയാണ്. ഇത് ശരിക്കും നാടൻ ചാളയല്ല, ചാള, ആ ചാള ഇനത്തിൽ പെടുന്ന ഒരു ചാള. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ ഉടഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷം തിള വന്ന് നല്ലപോലെ തിളച്ച അരപ്പൊക്കെ ആ മീനിലേക്ക് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇത്, ലോ ടു മീഡിയം ഫ്ലെയിം. ഇതിനിടയിൽ ഇത് വെന്ത് കിട്ടണം നമുക്ക്. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് അരപ്പൊക്കെ മീനിൽ പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിനി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ മടി കാരണം ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ട് എൻ്റെ ചാനൽ മൊത്തം ഡൗൺ ആയിപ്പോയി. ഇനി അങ്ങനെയല്ല കേട്ടോ, ഇനി നമ്മൾ വീഡിയോസൊക്കെ ഇടും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സമയക്കുറവും കാരണമാണ്, എന്നാൽ അതിനേക്കാളുപരി എൻ്റെ മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും പഴയതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് അമ്മയുടെ റെസിപ്പിയാണ്, ഞാനൊന്ന് അടിച്ചു മാറ്റിയെടുത്തതേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ്.